ഉറക്കമില്ലാത്ത രാത്രികൾ, അടച്ചു തീർക്കാൻ കാത്തിരിക്കുന്ന EMI-കൾ, ബില്ലുകൾ, വാടക, സ്വന്തം കുടുംബത്തിൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ ഒരു കഴിവില്ലാത്തവനെ പോലെ സ്വയം തോന്നിത്തുടങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു നീറ്റലുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള പേടി ഒരു കരിമ്പടം പോലെ നിങ്ങളെ വന്ന് മൂടുന്നുണ്ടോ? നിങ്ങളുടെ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെടാറുണ്ടോ? ഒരുപക്ഷെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ പണം കടം തന്ന സുഹൃത്തിൽ നിന്നോ ആ കോൾ എടുക്കാൻ മടിച്ച് ഫോൺ സൈലൻ്റാക്കി വെക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് നിങ്ങൾ അറിയാറുണ്ടോ? കടമെന്ന ചതുപ്പിൽ താഴ്ന്നു പോവുകയാണെന്നും എത്ര ശ്രമിച്ചിട്ടും ഇതിൽ നിന്നൊരു കരകയറ്റമില്ലെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇത് വെറും മോട്ടിവേഷൻ വാക്കുകളല്ല. ഇത് പണത്തെയും സമ്പത്തിനെയും കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിന്റിനെ തന്നെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ആശയമാണ്. നിങ്ങളുടെ ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ സാഹചര്യങ്ങളോ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ പ്രോഗ്രാം മാറ്റി ശരിയായ ഒരു മന്ത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ സാമ്പത്തിക തലവിധി തന്നെ മാറ്റി എഴുതാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങുന്ന അവസരങ്ങൾ, നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ തുടങ്ങുന്ന ഒരവസ്ഥ, കടങ്ങൾ മാറി ഐശ്വര്യം വന്നു ചേരുന്ന ഒരു ജീവിതം, അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപിടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ ഈ യാത്രയിൽ പങ്കുചേരുക. എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും കടക്കിണിയിലാണ്? നമ്മളിൽ പലരും ഒരു നിധിവേട്ടക്കാരെ പോലെയാണ്. നമ്മുടെ ലക്ഷ്യം ഒരേ ഒരു കാര്യമാണ്, സാമ്പത്തികമായ അഭിവൃദ്ധി. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്നതോ തെറ്റായ ചില ചിന്തകൾ. ആ ചിന്തകളുമായി നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നു, കഠിനമായി അധ്വാനിക്കുന്നു, വിയർപ്പൊഴുകുന്നു. പക്ഷേ അവസാനം സമ്പത്തിന് പകരം കൂടുതൽ കുഴപ്പങ്ങളിലും കടക്കിണിയിലുമാണ് ചെന്നെത്തുന്നത്. എന്താണ് ഈ തെറ്റായ ചിന്തകൾ? അതാണ് ഇല്ലായ്മയുടെ മാനസികാവസ്ഥ. ഈ മൈൻഡ് സെറ്റിന്റെ ലക്ഷണങ്ങൾ വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. പൈസയില്ല എന്ന് എപ്പോഴും പരാതി പറയുക. ചെറിയൊരു ചെലവ് വരുമ്പോൾ എല്ലാം തീർന്നുപോയി എന്ന് ടെൻഷൻ അടിക്കുക. മറ്റൊരാൾ നല്ലൊരു വീട് വെച്ചാലോ ഒരു പുതിയ കാറ് വാങ്ങിയാലോ അവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതിനു പകരം ഉള്ളിലൊരു അസൂയയോ വിഷമമോ തോന്നുക. അവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു, എനിക്ക് മാത്രം എന്താ ഒന്നും ശരിയാവാത്തത് എന്ന ചിന്ത. പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു മോശം കാര്യമാണെന്ന് വിശ്വസിക്കുക. കിട്ടുന്ന പണം കയ്യിൽ നിൽക്കാതെ വെള്ളം പോലെ ഒഴുകിപ്പോകുന്നു എന്ന് പരാതി പറയുക. ലോട്ടറി അടിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് സ്വപ്നം കണ്ടിരിക്കുക. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഈ ക്ഷാമ മനോഭാവത്തിന്റെ പിടിയിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രപഞ്ച സത്യമുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെ അല്ല നിങ്ങൾ ആകർഷിക്കുന്നത്, നിങ്ങൾ എന്താണ് എന്നതിനെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ, നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ എനർജി, അതാണ് നിങ്ങളുടെ പുറത്തുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ എപ്പോഴും എനിക്ക് കടമുണ്ട്, എനിക്ക് പണമില്ല എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നൽ എന്താണ്? എനിക്ക് കാര്യമായി അറിയാം എൻ്റെ കയ്യിൽ പണമില്ല എന്ന സിഗ്നലാണ് അപ്പോൾ പ്രപഞ്ചം അല്ലെങ്കിൽ ആ ദൈവീകമായ ശക്തി നിങ്ങൾക്ക് തിരിച്ചു തരുന്നതും അതുതന്നെയായിരിക്കും. കൂടുതൽ കടങ്ങളും പണമില്ലായ്മയും. ഇതൊരു സൈക്കിളാണ്. ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു, അത് കൂടുതൽ ഇല്ലായ്മയെ കൊണ്ടുവരുന്നു. അപ്പോൾ വീണ്ടും ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു. നമുക്കൊരു കഥ നോക്കാം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള വ്യക്തിയാണ്. നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി. പക്ഷേ തലയ്ക്ക് മീതെ കടമാണ്. വീടിൻ്റെ ലോൺ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് ബില്ല്. ശമ്പളം കിട്ടിയാൽ 2-ാം ദിവസം അക്കൗണ്ട് കാലിയാകും. രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഒന്നും മെച്ചപ്പെടുന്നില്ല. സംസാരം എപ്പോഴും ഇങ്ങനെയാണ്, എൻ്റെ വിധി ഇതാണ്, എത്ര കഷ്ടപ്പെട്ടാലും എനിക്കൊരു ഗുണവും പിടിക്കില്ല എന്നാണ്. സുഹൃത്തുക്കൾ വിളിച്ചാൽ അവിടെ വരാനൊന്നും പറ്റില്ല, കയ്യിൽ 1 രൂപയുമില്ല. ഭാര്യ എന്തെങ്കിലും ചെറിയൊരു ആവശ്യം പറഞ്ഞാൽ നിനക്കെൻ്റെ അവസ്ഥ അറിയില്ലേ,
ഇവിടെ മനുഷ്യൻ കടം കയറി മുടുങ്ങിയിരിക്കുമ്പോഴാ അവളുടെ ഒരു ആഗ്രഹം. അവൻ അറിയുന്നില്ല, അവന്റെ ഈ വാക്കുകളും ചിന്തകളുമാണ് അവന്റെ യഥാർത്ഥ ശത്രു. അവൻ അവന്റെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുന്നതിനു പകരം അതിനെ ആട്ടിപ്പായിക്കുകയാണ്. അവൻ പിടിച്ചിരിക്കുന്നത് ആ തെറ്റായ ചിന്തയാണ്. അപ്പോൾ എന്താണ് ആ ശരിയായ ചിന്ത? എവിടെയാണ് ആ നിധിയിലേക്കുള്ള വഴി? എങ്ങനെയാണ് ഈ ക്ഷാമ മനോഭാവത്തിൽ നിന്ന് അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്ക്, സമ്പന്നതയുടെ മാനസികാവസ്ഥയിലേക്ക് മാറുക? അതിനുള്ള ആദ്യത്തെ പടിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ശക്തമായ മന്ത്രം. ആ മന്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമം മനസ്സിലാക്കണം. അതാണ് അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു നിമിഷം സമുദ്രത്തെക്കുറിച്ച് ചിന്തിക്കൂ. ആഴവും പരപ്പും അറിയാത്ത കോടിക്കണക്കിന് ലിറ്റർ വെള്ളം നിറഞ്ഞ മഹാസമുദ്രം. നിങ്ങൾ ഒരു ബക്കറ്റുമായി ചെന്ന് അതിൽ നിന്ന് വെള്ളം കോരുന്നു. ആ ഒരു ബക്കറ്റ് വെള്ളം കോരിയതുകൊണ്ട് സമുദ്രത്തിലെ ജലനിരപ്പ് താഴുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ 1000 ബക്കറ്റ് വെള്ളം കോരിയാലോ? അപ്പോഴുമില്ല. സമുദ്രം എപ്പോഴും സമൃദ്ധമാണ്. പ്രപഞ്ചം സമൃദ്ധമാണ്. പണം, അവസരങ്ങൾ, ആരോഗ്യം, സ്നേഹം എല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ അളവില്ലാതെ ലഭ്യമാണ്. ഇല്ലായ്മ എന്നത് ഒരു മിഥ്യാബോധമാണ്. പ്രകൃതിയിലേക്ക് നോക്കൂ. ഒരു മരം എത്രയെത്ര ഫലങ്ങളാണ് ഓരോ വർഷവും നൽകുന്നത്. ഒരു പൂവ് എത്രയെത്ര വിത്തുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സൂര്യൻ തൻ്റെ പ്രകാശം ആർക്കെങ്കിലും പരിധി വെച്ച് നൽകാറുണ്ടോ? ഇല്ല. പ്രകൃതി മുഴുവൻ സമൃദ്ധിയുടെ ആഘോഷമാണ്. പക്ഷേ നമ്മൾ മനുഷ്യർ മാത്രം എനിക്കില്ല, എനിക്കില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ആ മഹാസമുദ്രത്തിന്റെ തീരത്ത് കയ്യിൽ ഒരു തുളയുള്ള പാത്രവുമായി നിൽക്കുന്നവരെ പോലെയാണ്. വരുന്ന വെള്ളം മുഴുവൻ ചോർന്നു പോകുന്നു. ആ പാത്രമാണ് നമ്മുടെ ഇല്ലായ്മയുടെ മൈൻഡ് സെറ്റ്. ഇവിടെയാണ് നമ്മൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം പഠിക്കുന്നത്, ദ ലോ ഓഫ് വൈബ്രേഷൻ. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും, ഓരോ ചിന്തയ്ക്കും, ഓരോ വികാരത്തിനും അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി അഥവാ വൈബ്രേഷൻ ഉണ്ട്. സന്തോഷം ഒരു ഫ്രീക്വൻസിയാണ്, ദുഃഖം മറ്റൊരു ഫ്രീക്വൻസിയാണ്, സ്നേഹം ഒരു ഹൈ ഫ്രീക്വൻസിയാണ്, ഭയം വളരെ ലോ ഫ്രീക്വൻസിയാണ്. അതുപോലെ സമ്പത്തും ഒരു ഫ്രീക്വൻസിയാണ്, ദാരിദ്ര്യവും ഒരു ഫ്രീക്വൻസിയാണ്. ഇതൊരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾക്ക് 98.3 FM-ലെ പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ റേഡിയോ കൃത്യമായി 98.3 എന്ന ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യണം. സമ്പത്ത്, ഐശ്വര്യം, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നിവരുടെ ഫ്രീക്വൻസി എന്തായിരിക്കും? അത് സന്തോഷത്തിൻ്റെതാണ്, നന്ദിയുടേതാണ്, സുരക്ഷിതത്വത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. അതേസമയം കടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഫ്രീക്വൻസി എന്താണ്? അത് ഭയത്തിൻ്റെതാണ്, ഉത്കണ്ഠയുടേതാണ്, നിരാശയുടേതാണ്, അരക്ഷിതാവസ്ഥയുടേതാണ്. നമ്മുടെ ആദ്യത്തെ ഉദാഹരണത്തിലെ കാര്യമെടുക്കാം. അവൻ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ കടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്. ജോലിക്ക് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവൻ EMI-കളെക്കുറിച്ചുള്ള പേടിയാണ്. അവൻ്റെ വൈബ്രേഷൻ, അവൻ്റെ ഫ്രീക്വൻസി എപ്പോഴും പോവർട്ടി സ്റ്റേഷനിൽ ട്യൂൺ ചെയ്തു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, അപ്രതീക്ഷിത ചെലവുകൾ, പുതിയ കടങ്ങൾ. അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ കടങ്ങളൊക്കെ തീർത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയുടെ പുറകിലുള്ള വികാരം എന്താണ്? ഭയമാണ്, ഇല്ലായ്മയാണ്, എനിക്ക് കടമുണ്ട് എന്ന ശക്തമായ ബോധ്യമാണ്. പ്രപഞ്ചം പ്രതികരിക്കുന്നത് വാക്കുകൾക്കല്ല, അതിൻ്റെ പുറകിലുള്ള വൈബ്രേഷനാണ്, ആ വികാരത്തിനാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ? ഉണ്ട്. നമ്മുടെ നിലവിലെ സാഹചര്യം എന്തു തന്നെ ആയാലും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 0 നമ്മൾ ബോധപൂർവം നമ്മുടെ വൈബ്രേഷൻ മാറ്റി അബാൻഡൻ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരണം. അതായത് കടമുള്ളപ്പോൾ തന്നെ സമ്പന്നതയുടെ ഫീലിംഗ് ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഇല്ലായ്മയുടെ നടുവിൽ നിന്നുകൊണ്ട് സമൃദ്ധിയുടെ വൈബ്രേഷൻ പുറത്തേക്ക് അയക്കണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, അതെങ്ങനെ ശരിയാകും? കയ്യിൽ പണമില്ലാതെ എങ്ങനെ പണക്കാരനായി ഫീൽ ചെയ്യുമെന്ന്. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, ഇതൊക്കെ വെറും വിഡ്ഢിതമാണ്. ആദ്യം പോയി പണിയെടുത്ത് കടം വീട്ട്, എന്നിട്ട് ഫീൽ ചെയ്യാം. ഇതൊരു ട്രാപ്പാണ്. ആ ചിന്തയാണ് നിങ്ങളെ ഇത്രയും കാലം ഈ ചതുപ്പിൽ പിടിച്ചു നിർത്തിയത്. നിങ്ങൾ ആദ്യം അത് ഉള്ളിൽ അനുഭവിക്കണം, എങ്കിൽ മാത്രമേ അത് പുറത്ത് യാഥാർത്ഥ്യമാകുകയുള്ളൂ. സങ്കല്പിക്കുക, നിങ്ങളൊരു വിത്ത് നടുകയാണ്. ആ വിത്ത് ഭൂമിക്കടിയിലായിരിക്കുമ്പോൾ പുറത്തൊന്നും കാണാനില്ല.
പക്ഷേ നിങ്ങൾക്കറിയാം ഉള്ളിൽ ജീവനുണ്ടെന്ന്. നിങ്ങൾ അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, പരിപാലിക്കുന്നു. എന്തുകൊണ്ട്? കാരണം ഒരു നാൾ അത് മുളപൊട്ടി ഒരു വലിയ മരമാകുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് പ്രധാനം. അതുപോലെ സമ്പന്നതയുടെ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ നട്ടുപിടിപ്പിക്കണം. സാഹചര്യം അനുകൂലമല്ലായിരിക്കാം, പക്ഷേ ആ ഫീലിംഗ് എന്ന വെള്ളം നിങ്ങൾ അതിനൊഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എങ്ങനെ ഈ ഫ്രീക്വൻസി മാറ്റാം? എങ്ങനെ ഈ ഫീലിംഗ് ഉള്ളിലേക്ക് കൊണ്ടുവരാം? അതിനുള്ള ഒരു താക്കോലാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആ മന്ത്രം. ആ മന്ത്രം വെറുമൊരു വാക്കുകൂട്ടമല്ല. ഈ മന്ത്രം പുതിയതൊന്നുമായിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാകാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ശക്തി, അതിൻ്റെ സയൻസ്, അതിൻ്റെ മാജിക് നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതെ, വെറും രണ്ട് വാക്കുകൾ. നന്ദി. ഇതൊരു സാധാരണ വാക്കല്ല. നിങ്ങൾ നന്ദി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ തലച്ചോറിനെയും ശരീരത്തെയും നിങ്ങളുടെ എനർജി ഫീൽഡിനെയും മുഴുവനായി മാറ്റിമറിക്കുകയാണ്. നിങ്ങൾ കടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വികാരം എന്താണ്? ഭയം, ഉത്കണ്ഠ, ദുഃഖം. നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ്? ഇല്ലാത്ത കാര്യങ്ങളിലാണ്. എന്നാൽ നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ഫോക്കസ് ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഉള്ള കാര്യങ്ങളിലേക്ക് മാറുന്നു. ആ നിമിഷം നിങ്ങളുടെ വൈബ്രേഷൻ ഭയത്തിൽ നിന്ന് സ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും മാറുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ നിമിഷം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാൻ എത്രയെത്ര കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ശ്വാസമെടുക്കാൻ ശുദ്ധവായു ലഭിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കാഴ്ചശക്തിയുണ്ട്. അതിനു നന്ദി. ഇത് കേൾക്കാൻ കേൾവി ശക്തിയുണ്ട്. അതിനു നന്ദി. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ഉണ്ട്. അതിൽ ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്. അതിനു നന്ദി. ഇന്ന് നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ലഭിച്ചിട്ടുണ്ട്. അതിനു നന്ദി. നിങ്ങൾക്ക് കിടന്നുടങ്ങാൻ ഒരിടമുണ്ട്. അതിനു നന്ദി. നിങ്ങളെ സ്നേഹിക്കുന്ന 1-2 പേരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അതിനു നന്ദി. ഈ ലിസ്റ്റ് നമുക്ക് അനന്തമായി തുടരാം. നമ്മൾ പലപ്പോഴും ഇതൊന്നും ഒരു അനുഗ്രഹമായി കാണാറില്ല. പക്ഷേ ഈ ഓരോ ചെറിയ കാര്യത്തിനും ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞു നോക്കൂ. ആ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇനി ഇതിനെ പണവുമായി എങ്ങനെ ബന്ധിപ്പിക്കാം? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് വരുന്നത്. നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമുക്കിതുവരെ ലഭിക്കാത്ത പണത്തിനാണ്. ഇതെങ്ങനെ പ്രാവർത്തികമാക്കും? ഇതിനെ ദ മാജിക് വാലറ്റ് ടെക്നിക് എന്ന് പറയാം. രാവിലെ ഉറക്കമുണരുന്ന ഉടനെയും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപും നിങ്ങളിത് ചെയ്യണം. ശാന്തമായ ഒരിടത്തിരിക്കുക, കണ്ണുകൾ അടയിക്കുക. 2-3 തവണ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തുവിടുക. നിങ്ങളുടെ പേഴ്സോ ബാങ്ക് അക്കൗണ്ടോ മനസ്സിൽ കാണുക. അതിപ്പോൾ കാലിയായിരിക്കാം. ഇനി സങ്കല്പിക്കുക, നിങ്ങളുടെ EMI അടയ്ക്കാനുള്ള പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതായി, ആ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വന്നതായി സങ്കല്പിക്കുക. ആ നിമിഷം നിങ്ങൾക്ക് എന്തു തോന്നും? ഒരു ആശ്വാസം, ഒരു സന്തോഷം, ഒരു സമാധാനം. ആ വികാരം ഉള്ളിലേക്ക് കൊണ്ടുവരൂ. ശരിക്കും അത് സംഭവിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമോ അതുപോലെ അനുഭവിക്കുക. ഇനി ആ വികാരത്തോടെ ഹൃദയത്തിൽ തൊട്ട് 3 തവണ പറയുക, നന്ദി, നന്ദി, നന്ദി. എനിക്ക് ആ ബില്ല് അടയ്ക്കാൻ കഴിഞ്ഞതിന് നന്ദി. അതുപോലെ നിങ്ങളുടെ മക്കളുടെ ഫീസ് അടയ്ക്കാൻ പണം ലഭിച്ചതായി സങ്കല്പിക്കുക. ആ സന്തോഷം അനുഭവിക്കുക. എന്നിട്ട് ഇതേപോലെ നന്ദി പറയുക. നിങ്ങളുടെ എല്ലാ കടങ്ങളും തീർന്നു. നിങ്ങൾ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രനായി എന്ന് സങ്കല്പിക്കുക. ആ സ്വാതന്ത്ര്യത്തിൻ്റെ, ആ ഭാരമില്ലായ്മയുടെ ഫീലിംഗ് അനുഭവിക്കുക. എന്നിട്ട് ഉറക്കെ പറയുക, നന്ദി, നന്ദി, നന്ദി. എൻ്റെ എല്ലാ കടങ്ങളും തീർക്കാൻ കഴിഞ്ഞതിന് നന്ദി. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എനിക്ക് വേണമെന്ന ഭിക്ഷക്കാരൻ്റെ വൈബ്രേഷനിൽ നിന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നൊരു സമ്പന്നൻ്റെ വൈബ്രേഷനിൽ നിന്നാണ്. ഈ നന്ദി എന്ന മന്ത്രം ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കില്ല. ഇതൊരു വ്യായാമം പോലെയാണ്. ആദ്യത്തെ ദിവസം ജിമ്മിൽ പോയാൽ നിങ്ങളുടെ ശരീരം മാറുമോ? ഇല്ല. പക്ഷേ സ്ഥിരമായി എല്ലാ ദിവസവും നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മസിലുകൾ വളരും, നിങ്ങളുടെ ശരീരം രൂപപ്പെടും. അതുപോലെയാണ് ഈ നന്ദിയും. നിങ്ങളിത് എല്ലാ ദിവസവും ആത്മാർത്ഥമായി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് റീപ്രോഗ്രാം ചെയ്യപ്പെടും. പണമില്ല എന്ന പഴയ പ്രോഗ്രാം ഡിലീറ്റായി പണം എന്നിലേക്ക് ഒഴുകിയെത്തുമ്പോൾ എന്ന പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ആകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരാനുള്ള പുതിയ വഴികൾ തുറക്കും.
ഒരു പക്ഷേ ഒരു പ്രമോഷൻ, ഒരു പുതിയ ബിസിനസ് അവസരം, ആരെങ്കിലും തരാനുണ്ടായിരുന്ന പണം തിരികെ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വഴിയിലൂടെ. കാരണം നിങ്ങളിപ്പോൾ ശരിയായ ഫ്രീക്വൻസിയിലാണ്. നിങ്ങൾ സമ്പത്തിന്റെ സ്റ്റേഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നു. നന്ദി അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാന്തമാണ്. നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നു, അത്രത്തോളം നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചം കൊണ്ടുവരും. അപ്പോൾ വെറുതെ കടത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണോ വേണ്ടത്? അതോ ഈ നിമിഷം മുതൽ ഈ മാന്ത്രികമായ മന്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുകയാണോ വേണ്ടത്? നന്ദി എന്ന മന്ത്രം ഒരു വിത്താണെങ്കിൽ ആ വിത്തിനെ മുളപ്പിച്ച് ഒരു വലിയ മരമാക്കി മാറ്റാൻ കൃത്യമായ പരിചരണം ആവശ്യമാണ്. വെറുതെ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ മന്ത്രത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന 3 ശക്തമായ പ്രാക്ടിക്കലായ വഴികളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. 1. പ്രഭാതത്തിലെ ആദ്യ 5 മിനിറ്റ്. നിങ്ങൾ ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നത് ആ ദിവസം മുഴുവൻ എങ്ങനെയായിരിക്കും എന്ന് തീരുമാനിക്കും. നമ്മളിൽ ഭൂരിഭാഗം പേരും രാവിലെ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? അലാറം ഓഫ് ചെയ്യുന്നു, ഫോൺ എടുക്കുന്നു, സോഷ്യൽ മീഡിയ നോക്കുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ചില ചെലവുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എഴുന്നേൽക്കുന്നു. നമ്മൾ രാവിലെ തന്നെ പോവർട്ടി സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യുകയാണ്. ഇനി മുതൽ ഇത് മാറ്റുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 മിനിറ്റാണ് ഉറക്കമുണർന്ന ശേഷമുള്ള ആദ്യ 5 മിനിറ്റ്. ആ സമയം മറ്റൊന്നിനും നൽകരുത്. കണ്ണു തുറന്ന ഉടൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ്, നിങ്ങളുടെ മനസ്സ് മറ്റെവിടേക്കും പോകുന്നതിന് മുൻപ് കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് നന്ദിയുള്ള 10 കാര്യങ്ങൾ എണ്ണുക. വെറുതെ എണ്ണിയാൽ പോരാ, ഓരോ കാര്യത്തിനും നന്ദി പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുകൂടി ചേർക്കുക. കാരണം ആ എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് യഥാർത്ഥ ഫീലിംഗ്സിനെ പുറത്തു കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന്, എൻ്റെ ഹൃദയം ഇപ്പോഴും ഇടിക്കുന്നതിന് നന്ദി. കാരണം എനിക്ക് ജീവനുണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഞാൻ കിടക്കുന്ന ഈ കിടക്കയ്ക്ക് നന്ദി. കാരണം ഇതെനിക്ക് സുരക്ഷിതവും സമാധാനപരവുമായ ഉറക്കം നൽകി. എൻ്റെ കാലുകൾക്ക് നന്ദി. കാരണം എനിക്ക് എഴുന്നേറ്റ് നടക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ 10 കാര്യങ്ങൾ. ഇത് ചെയ്യാൻ വെറും 5 മിനിറ്റ് മതി. പക്ഷേ ഇത് നിങ്ങളുടെ ദിവസത്തെ മുഴുവൻ മാറ്റിമറിക്കും. നിങ്ങൾ നന്ദിയോടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങൾ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുകയാണ്. അന്നത്തെ ദിവസം നിങ്ങളെ തേടി വരുന്നതും നന്ദി പറയാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങളായിരിക്കും. 2. നന്ദിയുടെ വസ്തു. ദിവസം മുഴുവൻ ഈ പോസിറ്റീവ് വൈബ്രേഷൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണിത്. നിങ്ങളുടെ കയ്യിൽ കരുതാവുന്ന ഒരു വസ്തു കണ്ടെത്തുക. അത് എന്തുമാകാം. പുഴയിൽ നിന്ന് കിട്ടിയ മിനുസമുള്ള കല്ലാവാം, അല്ലെങ്കിൽ സാധാരണ പേനയാകാം, ബുക്കാകാം, അങ്ങനെ എന്തുമാകാം. ആ വസ്തു നിങ്ങളുടെ നന്ദിയുടെ വസ്തുവാണ്. ആ വസ്തു എല്ലാ ദിവസവും നിങ്ങളുടെ പോക്കറ്റിലോ ബാഗിലോ സൂക്ഷിക്കുക. ഓരോ തവണ നിങ്ങളുടെ കൈ അതിൽ തട്ടുമ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായ നിങ്ങൾക്ക് നന്ദിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ തട്ടിയാൽ താങ്ക് യു ഫോർ ദ സേഫ് ജേർണി എന്ന് മനസ്സിൽ പറയാം. ചായ കുടിക്കുമ്പോൾ താങ്ക് യു ഫോർ ദിസ് വാം കപ്പ് ഓഫ് ടീ എന്ന് പറയാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ദിവസത്തിനിടയിൽ പലതവണ ബോധപൂർവം നമ്മുടെ ഫോക്കസ് തിരിച്ച് നന്ദിയിലേക്ക് കൊണ്ടുവരാൻ ഈ ചെറിയ വസ്തു നമ്മളെ സഹായിക്കും. 3. ബില്ലുകളെ അനുഗ്രഹിക്കുക. ഇതാണ് ഏറ്റവും ചാലഞ്ചിങ് എന്നാൽ ഏറ്റവും പവർഫുൾ ആയ ടെക്നിക്. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ വേദന ബില്ലുകൾ കാണുമ്പോഴാണ്. ഇലക്ട്രിസിറ്റി ബിൽ, ഫോൺ ബിൽ, ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയവും ദേഷ്യവും വരും. ആ നിമിഷം നമ്മുടെ വൈബ്രേഷൻ കുത്തനെ താഴേക്ക് പോകും. ഇനി മുതൽ ഒരു ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ അതിനെ ശത്രുവായി കാണരുത്. അതിനെ ഒരു അനുഗ്രഹമായി കാണുക. ആദ്യം ആ ബിൽ എന്തിനുള്ളതാണെന്ന് നോക്കുക. ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ ഒരു മാസം മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ വെളിച്ചം തന്ന്, ഫാൻ കറങ്ങാൻ സഹായിച്ച്, ഫോൺ ചാർജ് ചെയ്യാൻ സഹായിച്ച് ആ സേവനത്തെ ഓർത്തിട്ട് ആ ബില്ലിനെ നോക്കി പറയുക, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സർവീസ്. അതിനുശേഷം ആ ബില്ലിൻ്റെ മുകളിൽ അത് പേന കൊണ്ടോ മനസ്സിലോ ഇങ്ങനെ എഴുതുക, നന്ദി, പണം അടച്ചു കഴിഞ്ഞു. ഇതിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തോട് എന്താണ് പറയുന്നത്? ഈ ബില്ല് അടയ്ക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ പണത്തിന് ഞാൻ മുൻകൂറായി നന്ദി പറയുന്നു. നിങ്ങൾ ഭയത്തിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇല്ലായ്മയിൽ നിന്നല്ല, സമൃദ്ധിയിൽ നിന്നാണ് സംസാരിക്കുന്നത്.
ഇങ്ങനെ ഓരോ ബില്ലിനെയും നിങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ബില്ലുകളോടുള്ള നിങ്ങളുടെ ഭയം ഇല്ലാതാകും. അത്ഭുതകരമായി ആ ബില്ലുകൾ അടയ്ക്കാനുള്ള പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങും. ഈ 3 കാര്യങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇതൊരു ഭാരമായി ചെയ്യരുത്. ഒരു പരീക്ഷണം പോലെ സന്തോഷത്തോടെ ചെയ്യുക. നിങ്ങൾ എന്തിനാണോ നന്ദി പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ നന്ദി എന്ന മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വഴികളെക്കുറിച്ചും പഠിച്ചു. പക്ഷേ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയം തലപൊക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ടാകും, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ഇതൊക്കെ നടക്കുമോ? വെറുതെ നന്ദി പറഞ്ഞാൽ കടം തീരുമോ? ഇതൊക്കെ വെറും ഫീൽ ഗുഡ് നോൺസെൻസ് അല്ലേ? നോർമൽ, ഈ സംശയം സ്വാഭാവികമാണ്. കാരണം വർഷങ്ങളായി നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഇല്ലായ്മയുടെ പ്രോഗ്രാം അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകില്ല. അത് നിങ്ങളെ പഴയ ചിന്തകളിലേക്കും ശീലങ്ങളിലേക്കും തിരികെ വലിക്കാൻ ശ്രമിക്കും. ഇവിടെയാണ് നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ തിരിച്ചു പോകാം. ഈ ആശയങ്ങളെല്ലാം കേട്ടപ്പോൾ അവനും ഇതേ സംശയങ്ങളുണ്ടായിരുന്നു. വെറുതെ നന്ദി പറഞ്ഞിരുന്നാൽ എൻ്റെ ലോൺ അടയ്ക്കാൻ ബാങ്കുകാർ സമ്മതിക്കില്ലല്ലോ, അവൻ സ്വയം പറഞ്ഞു. പക്ഷെ അവൻ്റെ ജീവിതം അത്രയേറെ പ്രതിസന്ധിയിലായിരുന്നു. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഒരവസാന ശ്രമമെന്ന നിലയിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ അവൻ തീരുമാനിച്ചു. അവനൊരു ചെറിയ നോട്ട്ബുക്ക് വാങ്ങി. അതിനൊരു പേരിട്ടു, എൻ്റെ നന്ദിയുടെ പുസ്തകം. ആദ്യത്തെ ദിവസം രാവിലെ അവൻ കിടക്കയിൽ കിടന്നുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ നന്ദി പറയാൻ തുടങ്ങി. താങ്ക് യു ഫോർ ദിസ് ഡേ, താങ്ക് യു ഫോർ മൈ ഫാമിലി. ആദ്യം അതൊരു യാന്ത്രികമായ ചടങ്ങ് മാത്രമായിരുന്നു. ഉള്ളിൽ ഒരു ഫീലിംഗും വന്നില്ല. പിന്നീട് അവൻ്റെ പോക്കറ്റിൽ ഒരു കോയിൻ ഇടാൻ തുടങ്ങി. ദിവസത്തിനിടയിൽ പലതവണ ആ കോയിൻ അവനെ ഓർമ്മിപ്പിച്ചു. ഓരോ തവണ തൊടുമ്പോഴും അവൻ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തെക്കുറിച്ച് ഓർക്കാൻ ശ്രമിച്ചു. ഏറ്റവും പ്രയാസമേറിയത് ബില്ലുകളെ അനുഗ്രഹിക്കുന്നതായിരുന്നു. ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അവൻ്റെ ഹൃദയം പഴയ പോലെ വേഗത്തിലിടിച്ചു. ദേഷ്യം വന്നു. പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചു. ആ ബില്ലിന് നോക്കി അവൻ പറഞ്ഞു, ഈ കാർഡ് ഉപയോഗിച്ച് എൻ്റെ കുടുംബത്തിന് ഭക്ഷണം വാങ്ങാൻ സാധിച്ചല്ലോ, അതിന് നന്ദി. എന്നിട്ട് വിറയിക്കുന്ന കൈകളോടെ അതിന് മുകളിൽ എഴുതി, താങ്ക് യു പെയ്ഡ്. ആദ്യത്തെ ഒരാഴ്ച കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല. പക്ഷേ അവൻ നിർത്തിയില്ല. അവൻ അതൊരു ശീലമാക്കി മാറ്റി. പതിയെ പതിയെ അവൻ അറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് പകരം ഇന്ന് എന്തിനൊക്കെ നന്ദി പറയാമെന്ന ചിന്ത വരാൻ തുടങ്ങി. ഓഫീസിൽ അവൻ്റെ പെരുമാറ്റം മാറി. എപ്പോഴും പരാതി പറഞ്ഞിരുന്ന അവൻ കൂടുതൽ പോസിറ്റീവും സഹകരണ മനോഭാവവും ഉള്ളവനുമായി. അവൻ്റെ മുഖത്തൊരു പ്രസന്നത വന്നു. ഭാര്യയോട് പണത്തെ ചൊല്ലി വഴക്കിടുന്നത് കുറഞ്ഞു. പകരം നമുക്ക് ശരിയാക്കാം, എല്ലാം നല്ലതിനായിരിക്കുമെന്ന് അവൻ പറയാൻ തുടങ്ങി. അവൻ്റെ വൈബ്രേഷൻ മാറുകയായിരുന്നു. അവൻ പോവേർട്ടി സ്റ്റേഷനിൽ നിന്ന് പതിയെ അബണ്ടൻസ് സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ്റെ മാനേജർ അവനെ വിളിച്ചു പറഞ്ഞു, കമ്പനി ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുകയാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ എന്നും ചോദിച്ചു. അതൊരു വലിയ ഉത്തരവാദിത്വമായിരുന്നു. അതോടൊപ്പം ശമ്പളത്തിൽ കാര്യമായൊരു വർധനവും ഉണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം അവനുണ്ടാവുകയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന്റെ ഉള്ളിലെ പോസിറ്റീവ് എനർജി അവന് ധൈര്യം നൽകി. അവൻ ആ അവസരം സന്തോഷത്തോടെ സ്വീകരിച്ചു. അധികം വൈകാതെ വർഷങ്ങൾക്ക് മുൻപ് പണം കടം വാങ്ങി പിന്നീട് ഒരു വിവരവും ഇല്ലാതിരുന്ന ഒരു പഴയ സുഹൃത്ത് അവനെ വിളിച്ച് ആ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞു. ഓരോന്നായി അവന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴികൾ തെളിഞ്ഞു വരാൻ തുടങ്ങി. അവന്റെ കടങ്ങൾ കുറഞ്ഞു വരാൻ തുടങ്ങി. അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ പണം മിച്ചം വരാൻ തുടങ്ങി. എന്താണ് ഇവിടെ സംഭവിച്ചത്? അവൻ വെറുതെ ഇരുന്ന് നന്ദി പറഞ്ഞതുകൊണ്ട് പണം ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ? അല്ല, നന്ദി എന്ന മന്ത്രം അവനെയാണ് മാറ്റിയത്. അവൻ്റെ ചിന്തകളെ, അവൻ്റെ മനോഭാവത്തെ, അവൻ്റെ വൈബ്രേഷനെ. ആ പുതിയ പോസിറ്റീവായ അവൻ പുതിയ അവസരങ്ങളെ കാണാനും അത് ഉപയോഗപ്പെടുത്താനും തുടങ്ങി. അവനൊരു ഓപ്പർച്യൂണിറ്റി മാഗ്നറ്റായി മാറി. ഇതാണ് നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത്. ഇത് വെറുതെ ഇരുന്ന് ധ്യാനിക്കുന്നതിനെ കുറിച്ചല്ല, അതിനുള്ള പ്രവൃത്തി കൂടെ ചെയ്യണം. നന്ദി നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ, നിങ്ങൾക്ക് വരുന്ന ആശയങ്ങൾ, അതാണ് ഇൻസ്പയർഡ് ആക്ഷൻ. ആ സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം കൂടുതലായിരിക്കും. കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഭയത്തിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്നും സമൃദ്ധിയിൽ നിന്നുമാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു യാത്രയിലായിരുന്നു. കടക്കണിയുടെ ഇരുണ്ട താഴ്വരയിൽ നിന്ന് തുടങ്ങി സമൃദ്ധിയുടെ നിയമങ്ങൾ മനസ്സിലാക്കി നന്ദി എന്ന മാന്ത്രിക താക്കോൽ കണ്ടെത്തി. അതുപയോഗിക്കേണ്ട വഴികൾ പഠിച്ചു.
നിങ്ങളിപ്പോൾ ഒരു കവലയിലാണ് നിൽക്കുന്നത്. ഒരു വഴി നിങ്ങൾ ഇത്രയും കാലം നടന്ന ഭയത്തിൻ്റെയും പരാതിയുടെയും കടക്കണിയുടെയും പഴയ വഴിയാണ്. മറ്റേ വഴി നന്ദിയുടെയും വിശ്വാസത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ വഴിയാണ്. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം എന്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കടം എത്ര വലുതായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭൂതകാലത്തിലെ ചിന്തകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. അത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. അത് രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്തകളാണ്, ഇപ്പോഴത്തെ വികാരങ്ങളാണ്, ഇപ്പോഴത്തെ നന്ദിയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം എന്ന ക്യാൻവസിൽ വരയിക്കുന്ന ചിത്രകാരനാണ്. നിങ്ങളുടെ ചിന്തകളാണ് അതിലെ ഛായങ്ങൾ. ഇത്രയും കാലം നിങ്ങൾ ഭയത്തിൻ്റെ കറുപ്പ ചായം ഉപയോഗിച്ച് വരച്ചതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിത ചിത്രം ഇരുണ്ടുപോയത്. ഇനി മുതൽ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും വർണ്ണങ്ങൾ ഉപയോഗിച്ച് വരയാൻ തുടങ്ങൂ. നിങ്ങളുടെ ജീവിതം മനോഹരമായൊരു വർണ്ണചിത്രമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഒറ്റക്കല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ആ ദൈവികമായ ശക്തി നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ശരിയായ ഫ്രീക്വൻസിയിലേക്ക് മാറുക. ആ ഫ്രീക്വൻസിയിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നന്ദി. ഈ നിമിഷം തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും നന്ദിയുള്ള ഒരു കാര്യം, അതെത്ര ചെറുതാണെങ്കിലും ഇപ്പോൾ തന്നെ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കടക്കണിയിൽ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഈ സന്ദേശം ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്തു കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ അവരുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. ഇതുപോലുള്ള ജീവിതം പോസിറ്റീവാക്കി മാറ്റിമറിക്കുന്ന ആശയങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നന്ദി. നിങ്ങളുടെ സമൃദ്ധിയുടെ യാത്രയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നന്ദി, നന്ദി.